സംസാരിക്കുന്ന വിഷയം സമാധിയെക്കുറിച്ചാണ്. സമാധിയുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇന്നിവിടെ പ്രസക്തമായി തീർന്നത് എന്ന് ഏറെക്കുറെ മലയാളികൾക്കെല്ലാം അറിയാം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര എന്ന പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ കേൾക്കേണ്ട ഒരു വാർത്ത ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയായി തീർന്നു എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമുണ്ട്. ആ രീതിയിൽ മാധ്യമങ്ങൾ തുടർച്ചയായി ഏതാണ്ട് 4 ദിവസമാണ് ഈ സമാധി ചർച്ച ചെയ്തത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് എന്താണ് സമാധി, അതിന്റെ ഒരു സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലം എന്താണ്, എന്തെന്ത് വിവക്ഷകളാണ് ആ സങ്കല്പത്തിനുള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നു. എന്തായാലും ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സദസ്സിന്റെ സംഘാടകരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നേരത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൊതുവെ ഈ സമാധി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ചർച്ചകളിലേക്ക് വന്നപ്പോൾ പൊതുവെ ധാരണ എന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്നത് ഒരാൾ ധ്യാന നിമഗ്നനായി ജീവൻ വെടിയുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ നെയ്യാറ്റിൻകര സംഭവത്തിൽ കണ്ടത്. ഒരു ദിവസം രാവിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ കേരളീയർ മുഴുവൻ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാവിലെ കഞ്ഞിയൊക്കെ കുടിച്ച് നെയ്യാറ്റിൻകരയിലെ ആ മനുഷ്യൻ പ്രഷറിനുള്ള മരുന്ന് കഴിച്ച് ഷുഗറിനുള്ള ഇൻസുലിനും എടുത്ത് സമാധി അടയാനായി പോയി എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോയിരുന്ന് ധ്യാന നിമഗ്നനായി ജീവൻ വെടിഞ്ഞു, സഹസ്രാരം ഭേദിച്ച് ജീവൻ വെടിഞ്ഞു എന്നാണ് കഥ. അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലം സമാധി സംബന്ധിച്ച് ചർച്ചയിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ് സമാധി? സമാധി എന്ന് പറയുന്നത് ഇങ്ങനെ ധ്യാന നിമഗ്നനായിട്ടിരുന്ന ജീവൻ വെടിയുന്നതിനെയാണോ സമാധി എന്ന് പറയുന്നത്? ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അങ്ങനെ ഒരാൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ജീവൻ വെടിയാനും കഴിയില്ല. ആകെ ചെയ്യാവുന്ന ഒരു കാര്യം ആത്മഹത്യയാണ്, അല്ലെങ്കിൽ പ്രായോപവേശം, പട്ടിണി കിടന്ന് മരിക്കുക. ജൈനന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുക. അല്ലാതെ നമ്മള് സ്വയം മരണത്തെ അങ്ങോട്ട് നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നത് ആധുനികമായ ജീവശാസ്ത്രത്തെയും ലോകത്തെ ഇന്ന് മനുഷ്യർ നേടിയെന്ന് പറയുന്ന എല്ലാത്തരം ശാസ്ത്രചിന്തകളെയും വെല്ലുവിളിക്കുകയും പരിഹസിക്കുന്നതിന് തുല്യമാണ് സ്വയം സമാധി അടയാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പുതിയ ആഖ്യാനം. ഒരു പുതിയ ആഖ്യാനം എന്ന് പറയാൻ കാരണം നിലനിൽക്കുന്ന ധ്യാനത്തെ സംബന്ധിച്ച്, യോഗത്തെ സംബന്ധിച്ച്, സമാധിയെ സംബന്ധിച്ചുള്ള നിലവിലുള്ള ആർഷഭാരത കെട്ടുകഥകൾ, ആ കെട്ടുകഥകൾ പോലും ഈ പുതിയ സമാധി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആർഷഭാരത കെട്ടുകഥ പോലും ഇപ്പോൾ പുതുതായി രംഗത്ത് വന്ന ഈ സമാധി കഥ അംഗീകരിക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വിശദമാണ്. ശങ്കരാചാര്യർ എഴുതി എന്ന് പറയപ്പെടുന്ന സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം, അത് ജ്ഞാനാനന്ദ സരസ്വതി എന്ന് പറയുന്ന ആധികാരികനായ ഒരു സന്യാസ പണ്ഡിതൻ ഈ സർവവേദാന്ത സാര സിദ്ധാന്ത സാര സംഗ്രഹം പരിഭാഷപ്പെടുത്തുകയും ആധികാരികമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സമാധി എന്താണെന്ന് പറയുന്നത്. പലതരത്തിലുള്ള സമാധികളുണ്ട്. അതിലൊരു സമാധി നിർവികൽപ്പ സമാധിയാണ്. എന്താണെന്ന് നോക്കാം. ബ്രഹ്മാനന്ദരസാവാശ ഏകീഭൂയ തദാത്മന വൃത്തേർയാനിശ്ചലാവസ്ഥ സാ സമാധിരകൽപക. ബ്രഹ്മാനന്ദരസാനുഭൂതിയിൽ മുഴുകിക്കൊണ്ട് ബ്രഹ്മാകാരമായി തീർന്ന ബുദ്ധിവൃത്തിയുടെ നിശ്ചലാവസ്ഥയാണ് നിർവികൽപ്പ സമാധി. ഇവിടെ ആരെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് എന്താണ്? ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ മുഴുകി ബ്രഹ്മാകാരമായി തീരുക, താൻ ബ്രഹ്മമാണ് എന്നുള്ള വിചാരത്തിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെ ബ്രഹ്മമായിട്ട് തീർന്നിട്ട് ലോകത്തിന് എന്താ പ്രയോജനം? ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തുള്ള മനുഷ്യരെല്ലാം ബ്രഹ്മമായി തീർന്നാൽ എല്ലാവരും ബ്രഹ്മ, മുഴുവൻ ആളുകളും
സർവസംഘ പരിത്യാഗികളായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇങ്ങനെ ബ്രഹ്മമായി തീർന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കേരളം എന്ന് അവകാശപ്പെടുന്നത് കേരളം വളരെ പുരോഗമനാത്മകമായി മുന്നോട്ട് പോകുന്നു, കേരളത്തിൽ വ്യവസായം വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് അവകാശപ്പെടുന്നത്. എല്ലാവരും ബ്രഹ്മാനന്ദത്തിലേക്ക് ഈ വ്യവസായമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? കൃഷി ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ആഹാരം കഴിക്കാൻ പറ്റൂ, പച്ചക്കറി വേണം, ആടുമാടുകളെ വളർത്തണം. എല്ലാവരും ഒക്കെ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചാൽ ഈ ലോകം നടന്നു പോകട്ടെ. അനുഷംഗികമായി സൂചിപ്പിച്ചു എന്നുമാണ്. ഇനി അതിനെപ്പറ്റി പറയും. എന്താണ് സമാധിയുടെ വിശദാംശങ്ങൾ? സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഉദ്ധാനേവാപ്യനു അനുദ്ധാനേപ്യ പ്രവർത്തോ ജിതേന്ദ്രിയഃ സമാധി ശബ്ദം ദുർവീത സർവദ പ്രയുതോ യതി. സാധകൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ജിതേന്ദ്രിയനും പ്രമാദം പറ്റാത്തവനുമായിട്ട് ശ്രദ്ധയോടുകൂടി 6 വിധത്തിലുള്ള സമാധി അഭ്യസിച്ചുകൊണ്ടിരിക്കണം. സമാധി 6 വിധത്തിലുണ്ട്. ദൃശ്യാനുവിധം, ശബ്ദാനുവിധം, നിർവികൽപ്പം എന്നീ 3 വിധ സമാധികൾ ഹൃദയത്തിലും ബാഹ്യപ്രപഞ്ചത്തിലും അഭ്യസിക്കുന്നതിനെയാണ് 6 വിധ സമാധി എന്ന് പറയുന്നത്. പ്രസ്തുത 6 സമാധികളും സാധകൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ആധികാരിക സംസ്കൃത വേദാന്ത ഗ്രന്ഥമായ സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് ജീവൻ വെടിയുന്നതിനെ അല്ല സമാധി എന്ന് പറയുന്നത് എന്ന് ശങ്കരാചാര്യർ രചിച്ച സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം പറയുന്നു. സമാധി എന്ന് പറയുന്നത് നിരന്തരമുള്ളൊരു അനുഷ്ഠാനമാണ്, നിരന്തരം ചെയ്യുന്ന ക്രിയയായിട്ടാണ് സമാധിയെ പറയുന്നത്. പക്ഷെ പൊതുവെ ചില മഹാന്മാരുടെ പേരുകളിൽ അറിയപ്പെടുന്ന സമാധി നിമിത്തം സന്യാസിമാരും സിദ്ധന്മാരും കൈവല്യം പ്രാപിക്കുന്ന, അവരുടെ ജീവനെ അവരുടെ സ്വന്തം ഇഷ്ടത്താൽ തന്നെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് കേരളീയർ പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. യോഗം മമേത്യാന്തി സദാത്മദാഹകോ ഗ്രന്ഥലയം യാന്തി സമനാമയ സമാധിനാനശ്യതി കർമ്മബന്ധോ ബ്രഹ്മാത്മബോധോ അപ്രതിബന്ധയിഷ്യതേ. സമാധിയിൽ ഞാനെന്നും എന്റേതെന്നുമുള്ളതും വാസനാസ്വരൂപവുമായ ഹൃദയഗ്രന്ഥി തീരെ അറ്റുപോകും. സമാധി അഭ്യസിക്കുന്നത് കൊണ്ട് കർമ്മബന്ധങ്ങൾ നശിക്കുകയും ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അനുഭവം തടസ്സമറ്റതായി തീരുകയും ചെയ്യും. അപ്പൊ സമാധിയിൽ സംഭവിക്കുന്ന എന്താ? ഞാൻ ബ്രഹ്മമാണെന്നുള്ള തിരിച്ചറിവ്, സ്വയം ബ്രഹ്മമാണെന്ന് പറയുക. ഞാൻ ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് കാര്യം? ആ ചോദ്യം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. സമാധിയെ പറ്റി തുടരുന്നു. തസ്മാത്വം ചാപ്യപ്രമത്തഃ സമാധി കൃത്വാ ഗ്രന്ഥി സാധു നിർദ്വഹ്യുക്തഃ നിത്യം ബ്രഹ്മാനന്ദ പീയൂഷ സിന്ധൗ മജ്ജൻ ക്രീഡൻ മോദമാനോ രമസ്വ. അതിനാൽ നീ പ്രമാദം കൂടാതെ സവികൽപ്പ നിർവികൽപ്പ സമാധികളെ അഭ്യസിച്ച് മോഹം കൊണ്ടുണ്ടായി തീർന്നതും ശരീരാദികളിൽ ഞാനെന്ന ഭാവത്തെ നിലനിർത്തുന്നതുമായി ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കണം. ഞാനെന്ന ഭാവം സമ്പൂർണ്ണമായിട്ട് നശിക്കണം. കുറെ കാല നിഷ്ഠയോടുകൂടിയുള്ള സമാധി അഭ്യാസം കൊണ്ട് അത് സാധിക്കും. അപ്പൊ സമാധി എന്ന് പറഞ്ഞ് നിരന്തരം ചെയ്യേണ്ട ഒരു ക്രിയയാണ്. വീണ്ടും ആവർത്തിക്കരുത്. ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും. പിന്നെ എപ്പോഴും ബ്രഹ്മാനന്ദാമൃത സമുദ്രത്തിൽ മുങ്ങി പൊങ്ങിക്കൊണ്ട് നീന്തി കുളിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സുഖിച്ചാൽ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചവ സുഖിക്കുകയാണെന്നാണ് പറയുന്നത്. നിർവികൽപ്പ സമാധയോ വൃത്തി നൈശ്ചല്യ ലക്ഷണ തമേവ യോഗ ഇത്യാഹു യോഗശാസ്ത്രാത്മകോ വിദാഹ. ചിത്തവൃത്തിയുടെ പരമമായ നിശ്ചലാവസ്ഥയാണ് നിർവികൽപ്പ സമാധിയുടെ ലക്ഷണം. സത്യത്തിൽ ഇതിനെ വിളിക്കേണ്ട പേര് മസ്തിഷ്ക മർദ്ദനം. മസ്തിഷ്ക മർദ്ദനം, അവനവന്റെ മസ്തിഷ്കത്തെ നമ്മൾ മർദ്ദിക്കുക. ഡോക്ടർ സി വിശ്വനാഥൻ ഇത് സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും വീഡിയോ ഉണ്ട്, ശ്രദ്ധിക്കേണ്ടത്. മസ്തിഷ്ക പ്രക്ഷാളനം. സത്യത്തിൽ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തോട് നമ്മൾ ചെയ്യുന്ന ഉപദ്രവം. അപ്പൊ നിരന്തരമുള്ള മസ്തിഷ്ക മർദ്ദനത്തിലൂടെ എന്ത് സംഭവിക്കും? നമ്മുടെ തലയിലെ കോശങ്ങൾ നശിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. രക്തയോട്ടം കുറയും. പലതരത്തിലുള്ള അപകടകരമായ പ്രതിഭാസങ്ങളിലേക്ക് തലച്ചോറിന്റെ കോശങ്ങൾ നശിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ധ്യാനം ഒരു മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അല്ലാതെ അത് ഈ പറയുന്ന രീതി ശരീരത്തിന് ഗുണമുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും അല്ല ധ്യാനം മനുഷ്യരെ സാധാരണ നിലയിൽ കൊണ്ടുവന്നെത്തിക്കുക. തന്നെയുമല്ല, ലോകത്തിന്റെ മുമ്പിൽ കണ്ണുതോന്നിരുന്ന് ലോകത്തോട്
ചിന്തിക്കേണ്ട മനുഷ്യരെ എന്താക്കി മാറ്റുന്നു? കണ്ണടച്ച് അകത്തോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ബാഹ്യലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ജ്ഞാനം തടസ്സപ്പെടുത്തുന്നു. അതല്ലേ സാമൂഹ്യ രാഷ്ട്രീയ പരിസരം. നാരായണ ഗുരുസ്വാമികൾ മരുത്വാമലേക്ക് വരുന്നത് കണ്ണടച്ച് തപസ് ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹം തിരിച്ചറിവ് വന്നതോടുകൂടി മരുത്വാമനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. എന്നിട്ട് അരിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ലിബറേഷൻ എന്ന് പറയുന്നത് വ്യക്തിയധിഷ്ഠിതമാക്കി തീർക്കുകയും സമൂഹത്തെ ലിബറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുകയും അതുവഴി സാമൂഹ്യ നീതിയെ സമ്പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് കാണേണ്ടത്. അപ്പൊ യോഗശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്ന പണ്ഡിതന്മാർ അതിനെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ. നോക്കൂ, മനസ്സിന്റെ വ്യാപാരങ്ങൾ നിരോധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യോഗം എന്ന് പറയുന്നത്. ഈ ലോകം നിലനിൽക്കുന്നത് ചിത്തവൃത്തി നിലനിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിന്റെ വ്യാപാരങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്, ചിന്തിക്കുന്നത് കൊണ്ട്. പക്ഷെ ആ ചിന്തയെ സമ്പൂർണ്ണമായിട്ട് തടയുന്നതാണ് യോഗം എന്ന് പറയുന്നു. നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ വൃത്തി വിസ്മരണം സമ്യക് സമാധിർധ്യാന സത്വികഃ. യാതൊരു വികാരവും ഇല്ലാത്തതും പരമനിർമ്മലവും ബ്രഹ്മാകാരവുമായ വൃത്തിയെ വീണ്ടും വീണ്ടും അഭ്യസിച്ചതിന്റെ ഫലമായി അവസാനത്തിൽ ബ്രഹ്മാകാര വൃത്തിയെ കൂടി തീരെ മറക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? താൻ ബ്രഹ്മമാണെന്ന് പോലും മറന്നുപോവുക. അവനവനെ മറന്നു. ഇനി ബ്രഹ്മമാണെന്ന് ഉള്ള ഒരു അർത്ഥമുണ്ടല്ലോ, അതും മറന്നു. സത്യത്തിൽ ഈ അവസ്ഥയെ വിളിക്കേണ്ട പേരെന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സത്യത്തിൽ ചികിത്സ കൊടുക്കേണ്ട രോഗമാണ്. ചികിത്സ കൊടുക്കേണ്ട രോഗമാണ്. തന്നെ തന്നെ മറക്കുക, ലോകത്തെ മറക്കുക, എല്ലാം മറന്നിട്ട് ബ്രഹ്മമാണെന്ന് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നവളോ? പിന്നെ മനുഷ്യന്റെ ലോകത്തിന്റെ സാമൂഹിക അസമത്വത്തിന്റെ പ്രശ്നങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. അങ്ങനെ ധ്യാനിക്കുന്നവൻ ധ്യേയവസ്തു ധ്യാനം എന്ന ത്രിപുടി കൂടി അടങ്ങുന്ന അവസ്ഥയാണ് സമാധി. അവനവൻ അതാണ് ധ്യാനിക്കുന്നത്. അവനവൻ അവളവൾ ധ്യേയവസ്തു. എന്തിനാണോ ധ്യാനിക്കുന്നത്? ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം, കുട്ടിച്ചാത്തനാണെങ്കിൽ കുട്ടിച്ചാത്തൻ, ധ്യാനം. ഈ മൂന്ന് അവസ്ഥയും മറന്നുപോകുക. സർവ്വമൃത വൃത്തികളുടെയും വിലയം സമാധിയിൽ സംഭവിക്കും. എല്ലാ വൃത്തിയും ചിത്തവൃത്തികളും മുഴുവൻ നശിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സമാധി എന്ന് പറയുന്നത്. പക്ഷേ ഈ തിരുവനന്തപുരം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധിയെ പറ്റി കേരളത്തിൽ പ്രചരിച്ചത് എന്തൊക്കെയാണ്? കേരളത്തിൽ പ്രചരിച്ചത് സമാധി എന്ന് പറയുന്നത് ഒരാളുടെ സ്വേച്ഛാനുസരണമുള്ള മൃത്യുവാണ് സമാധി എന്ന് മലയാളികളെ, ഇന്ത്യൻ സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ആധികാരികമായ സംസ്കൃത യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും അത്തരം യാതൊരു പ്രമാണ വചനങ്ങളും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഏവം യജ്ഞ ബാഹുല്യം ത്യാജ്യം തൽ ബ്രഹ്മവിജ്ഞരൈഹി വിജ്ഞേതാൻ പരിത്യക്ത്വാ പ്രമാദരഹിതോ വശി സമാധിനിഷ്ഠയാ ബ്രഹ്മ സാക്ഷാൽ ഭവിതുമർഹസി. ഈ വിധത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളെയല്ല, ധ്യാനം ചെയ്യുമ്പോൾ സമാധിയിൽ ഒരുപാട് വിഘ്നങ്ങളുണ്ടാവും. ആ വിഘ്നങ്ങളെല്ലാം ജ്ഞാനി അതിക്രമിക്കുക തന്നെ വേണം. ഈ തടസ്സങ്ങളെല്ലാം അകറ്റി പ്രമാദം കൂടാതെ അത്യന്തം ശ്രദ്ധാലുവ് ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കിയവരുമായിട്ട് എപ്പോഴും സമാധി നിഷ്ഠയെ തന്നെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സാധകൻ കാലം കൊണ്ട് സാക്ഷാൽ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത് മരണത്തെ പ്രാപിക്കുന്ന അവസ്ഥയല്ലെന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്, ഒരു ക്രിയയാണ്, യോഗക്രിയയാണെന്നാണ് പറയുന്നത്. ബഹുകാലം സമാധായ സ്വസ്വരൂപേതു മാനസം ഉദ്ധായ പരമാനന്ദാൽ ഗുരുവേത്യ പുനർമുദ പ്രണാമപൂർവകം ധീമാൻ സദ്ഗൽഗതമുവാച. സമാധിയിൽ എത്തിയതിനു ശേഷമാണ് ഒരു യോഗി ആരെ തിരഞ്ഞെടുക്കേണ്ടത്? ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ കേരളത്തിൽ പൊതുവെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ആഖ്യാനം സമാധി എന്ന് പറയുന്നത് അവസാന വാക്കാണ്. അങ്ങനല്ല. സമാധി എന്ന് പറഞ്ഞത് എന്താണ്? തന്റെ പരമാർത്ഥ സ്വരൂപമായ ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് വളരെക്കാലം സമാധി നിഷ്ഠയിൽ മുഴുകിക്കൊണ്ടിരുന്നു. പരമാനന്ദ സ്വരൂപമായ സമാധിയിൽ നിന്ന് ഉണർന്നതിന് ശേഷം, നോക്കൂ, സമാധിയിൽ നിന്ന് ഉണർന്നതിന് ശേഷം എന്നാ പറയുന്നത്. സമാധിയിൽ നിന്ന് ഉണരലുണ്ട്. പക്ഷെ ഇവിടെ എന്താ പ്രചരിപ്പിച്ചത്? സമാധി എന്ന് പറഞ്ഞാൽ ഇഹലോകവാസം വെടിയുകയാണെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. നിന്നുണർന്നതിന് ശേഷം സന്തോഷത്തോടുകൂടി ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ച് ഗദ്ഗതകണ്ഠത്തോടെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ സമാധിയിൽ നിന്ന് ബ്രഹ്മമായി തീർന്നതിന് ശേഷമാണ് ഗുരുവിനോട് പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്.
അപ്പൊ സമാധി അവസാന വാക്കല്ല എന്ന് സർവവേദാന്ത സിദ്ധാന്തസാര സംഗ്രഹം തന്നെ വ്യക്തമാക്കുന്നു. ഇനി ഇതെങ്ങനെ ഇന്ത്യൻ അമ്മൂമ്മ കഥകളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, സമാധി എന്ന് പറയുന്ന ഇന്ത്യൻ അമ്മൂമ്മ കഥയിൽ എങ്ങനെയാണ് പ്രചരിച്ചത് എന്ന് ഭാഗവത പുരാണം പ്രഥമ സ്കന്ധം 18-ാം അധ്യായം നമുക്ക് നോക്കാം. എല്ലാവർക്കും പരീക്ഷത്തിന്റെ കഥ അറിയാം. പരീക്ഷിച്ച് ഒരിക്കൽ നായാട്ടിനായിട്ട് പോവുകയാണ്. വെള്ളം കുടിക്കാൻ ദാഹിച്ച പരീക്ഷിത്ത് മഹാരാജാവ് ശമീകമുനിയുടെ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത്? പ്രതിരുദ്ധേന്ദ്രിയ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാ പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. പരീക്ഷത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്ന എന്താണ്? ശമീകമുനി അവിടെ സമാധിയിൽ കണ്ണടച്ച് ശാന്തനായി ഇരിക്കുകയാണെന്ന് ഭാഗവത പുരാണം പറയുന്നു. ബ്രഹ്മഭൂതം അവിക്രിയം, എല്ലാ ക്രിയകളെ നിരോധിച്ചുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് ഇരിക്കുകയാണ് ആര്? ശമീകമുനി. അദ്ദേഹം ചത്തോ? ഇല്ല. മരിച്ചോ അദ്ദേഹം? ഇല്ല. യേശക്യം വിമതാശേഷകരണോ വിലീതേക്ഷണഃ മൃഷാ സമാധിരാഹോ കിം ക്ഷത്രബന്ധുവിഃ. കണ്ണടച്ചിരുന്ന ഇദ്ദേഹം ശമീകമുനി ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് സമാധിയിൽ ലയിച്ചിരിക്കുന്നവനോ അതോ ക്ഷത്രിയാദവന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കരുതി സമാധിയുടെ നാട്യമായിരിക്കുന്നവനോ? ഇതാണ് പരീക്ഷത്തിന് തോന്നിയ സംശയം. ഭാഗവത പുരാണത്തിൽ അർത്ഥ ശ്ലോകമാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ സമാധി ലയിച്ചിരിക്കുന്നതാണോ അതോ സമാധി എന്ന നാട്യം അഭിനയിക്കുന്നവനാണോ എന്നാണ് പരീക്ഷത്ത് ശമീകമുനിയെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും പരീക്ഷത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഈ ശമീകമുനിയുടെ കഴുത്തിലിട്ടിട്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ പുത്രൻ തിരികെ വന്നു. തിരികെ വന്നപ്പോൾ ശമീകമുനിയുടെ പുത്രന് ദേഷ്യം വന്നു. അദ്ദേഹം ശപിച്ചു പരീക്ഷത്തിന്, എന്റെ അച്ഛന്റെ മുകളിൽ